സുവർണ നിയമം. ഒരു ചെറിയ ഗ്രാമത്തിൽ മായയും ലിയോയും എന്ന രണ്ട് യുവസുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. മായ അവളുടെ ദയയ്ക്ക് പേരുകേട്ടവളായിരുന്നു. അതേസമയം ലിയോ പലപ്പോഴും മറ്റുള്ളവരോട് തമാശകൾ കളിച്ചു. ഒരു ദിവസം മായയെ ഒരു തന്ത്രം കളിക്കാൻ ലിയോ തീരുമാനിച്ചു. ആഗ്രഹങ്ങൾ സാധിച്ചുകൊടുക്കുന്ന കാട്ടിലെ ഒരു മാന്ത്രിക ഫലവൃക്ഷത്തെക്കുറിച്ച് അയാൾ അവളോട് പറഞ്ഞു. ആശയത്തിൽ ആവേശഭരിതയായ മായ തനിക്ക് വഴി കാണിക്കാൻ ലിയോയോട് ആവശ്യപ്പെട്ടു. ലിയോ മായയെ കാട്ടിലേക്ക് നയിച്ചു. ഒരു തമാശയായി അവളെ അവിടെ ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടു. എന്നിരുന്നാലും അവർ നടക്കുമ്പോൾ ലിയോ ഒരു മറഞ്ഞിരിക്കുന്ന കുഴിയിൽ കാലിടറി വീണു. സഹായിക്കൂ മായ, ദയവായി എന്നെ സഹായിക്കൂ, ലിയോ നിലവിളിച്ചു. ലിയോ തന്നെ ചതിച്ച സമയങ്ങളെല്ലാം ഓർത്ത് മായ ഒരു നിമിഷം മടിച്ചു. എന്നാൽ ലിയോയുടെ സ്ഥാനത്ത് താനാണെങ്കിൽ എങ്ങനെ അനുഭവപ്പെടുമെന്ന് അവൾ ചിന്തിച്ചു. രണ്ടാമതൊന്ന് ആലോചിക്കാതെ മായ ഒരു നീണ്ട ശാഖ കണ്ടെത്തി ലിയോയെ കുഴിയിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചു. മായയുടെ ദയയിൽ ലിയോ അത്ഭുതപ്പെട്ടു. ഞാൻ നിന്നോട് പയറ്റിയ എല്ലാ തന്ത്രങ്ങൾക്കും ശേഷം നീ എന്തിനാണ് എന്നെ സഹായിച്ചത്? അവൻ ചോദിച്ചു. മായ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വിഷമമുണ്ടായാൽ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ നിങ്ങളോട് പെരുമാറി. അതാണ് സുവർണ നിയമം. മായയുടെ വാക്കുകളുടെ പ്രാധാന്യം ലിയോ തിരിച്ചറിഞ്ഞു. അന്നുമുതൽ അവൻ തന്റെ വഴികൾ മാറ്റി മായയെപ്പോലെ ദയയും സഹായവുമായിത്തീർന്നു. നിങ്ങളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുക. ദയയും സഹാനുഭൂതിയും ഹൃദയങ്ങളെ മാറ്റാനും ശക്തമായ സൗഹൃദം കെട്ടിപ്പടുക്കാനും കഴിയും.